നോക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്കൊരു കുഴപ്പമില്ല എന്ന് തോന്നും. പക്ഷേ നമ്മളെ കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതെന്താ ആകെ ഇങ്ങനെ ആയില്ലോ എന്ന് ചിലർ നമ്മളോടാണ് ചോദിക്കും, ചിലവർ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഷുഗർ എന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പോകണത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ശരീരത്തിൻ്റെ അഭംഗി നിങ്ങൾക്ക് പെട്ടെന്ന്. ഹലോ, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം, ഒരുപാട് പേര് എപ്പോഴും ചിന്തിക്കുന്ന കാര്യമായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഷുഗർ എന്ന് പറയുന്നത് ഇന്ന് 20, 30, 35, 40, 60, 70 വയസ്സിലൊക്കെ ഷുഗർ ഉള്ളവരുണ്ട്. ചെറിയ കുട്ടികൾ തൊട്ട് ഷുഗർ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞ അസുഖം, അതായത് ഒരു ജീവിതശൈലി രോഗമാണത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു നല്ല മാറ്റം എല്ലാവർക്കും സംഭവിക്കുന്നത്. ഞാൻ ഒരുപാട് പേരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കും വരാവുന്നൊരു അസുഖം തന്നെയാണ്. പക്ഷേ ഒരു 40, 35, 40 വയസ്സാകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 50, 45 ഒക്കെ ഏജിൽ നല്ല യുവത്വത്തോടു കൂടി കണ്ടിരുന്ന വ്യക്തികളെ നമ്മൾ ചിലപ്പോൾ ഒരു 6 മാസം, ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ആകെ മാറിയിട്ടുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ എന്താ പറയുക, മുഖത്തിൻ്റെ ആ ഭംഗിയും തേജസ്സൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പിന്നെ ശരീരമൊക്കെ ഇങ്ങനെ ഒതുങ്ങി, വയറ് കുറച്ച് കൂടുതലായിട്ട് ഇവിടെയൊക്കെ കുഴിഞ്ഞ്, പിന്നെ മുടിയൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാനൊരു അടുത്തൊരു ലേഡീനെ ഞാൻ കണ്ടപ്പോൾ, ഞങ്ങളുടെ ചെറിയൊരു അകന്നൊരു റിലേറ്റീവാണ്. അവരെ കണ്ടപ്പോൾ ഒരു വർഷം മുൻപ് വരെ കാണുമ്പോൾ ഇവിടെ വരെ മുടി ഉണ്ടായിരുന്ന ആ സ്ത്രീക്ക് ഇത് ഇവിടെ മാത്രം കുറച്ച് മുടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഷുഗർ തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അവരായിട്ട് സംസാരിച്ചു. ഈ കാര്യം ഞാൻ പറയാൻ പോയില്ല. സംസാരിച്ചപ്പോൾ മനസ്സിലായി അവർക്ക് ഷുഗർ. അവർ ഇങ്ങോട്ട് പറഞ്ഞു ഒരു 1.5 വർഷമായിട്ട് ഷുഗറിൻ്റെ ഭയങ്കര പ്രോബ്ലമാണ് എന്നുള്ളത്. അപ്പോൾ അതാണ് അവർക്ക് അങ്ങനെയൊക്കെ വരാനുള്ള കാരണം. അപ്പോൾ ഒരുപാട് പേർക്ക് അനുഭവിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ മുടി കൊഴിഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. മുടി കൊഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ചിലവർക്ക് മുടി കൊഴിഞ്ഞു പോക്കല്ല ഉണ്ടാവുക, മുടി കൊഴിഞ്ഞു പോണത് കാണില്ല, പക്ഷേ മുടി കുറഞ്ഞു വരും. അതെന്താ വെച്ചാൽ മുടിയുടെ ഇഴ കനം കുറഞ്ഞ് വരിക ചെയ്യുക. ആദ്യം മുടിയുടെ ഇഴ കനം കുറഞ്ഞ് വരും. അപ്പോൾ മുടിയുടെ എണ്ണം കുറഞ്ഞുണ്ടാവില്ല ഇഴകളുടെ, പക്ഷേ കനം കുറയുമ്പോൾ അതങ്ങോട്ട് ഒതുങ്ങി കുറച്ചാവും. പിന്നെ അത് ഊരിപ്പോവും ചെയ്യും, വളരും ചെയ്യും, പക്ഷെ ഊരിപ്പോവും. പക്ഷെ പഴയ പോലത്തെ ആ ഒരു നല്ല സ്ട്രെങ്ത്തുള്ള മുടിയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റേജ് ഒരു 200, അളവ് 200 ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ 200ൻ്റെ മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പരമാവധി ഒരു 175ൻ്റെയൊക്കെ ഷുഗർ ഉണ്ടാവും. പൂർണ്ണമായിട്ടും മാറാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു 200ൻ്റെ മുകളിൽ പോവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം 200ൻ്റെ മുകളിൽ പോകുമ്പോഴാണ് നമ്മുടെ ശരീരം ആകെ അങ്ങനെ കോലം കെട്ട പോലെ ആവണത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ മാറ്റം വരുത്താൻ പറ്റും. അപ്പം ഞാൻ അറിയുന്ന 1-2 വ്യക്തികളുണ്ട്, അവർക്ക് അത്യാവശ്യം ഷുഗറുണ്ട്. പക്ഷെ അവരെ കണ്ടാൽ ഷുഗറൊന്നും ഉണ്ടെന്ന് തോന്നില്ല. ഭയങ്കര എന്താ പറയുക, തിളങ്ങുന്ന കവിളും മുഖവും നല്ല മുടിയും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു കുറേ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. മുന്നേ തന്നെ പറയാം, ഷുഗർ എന്ന അസുഖം, ഒരു ജീവിതശൈലി പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മിനറൽസും വിറ്റമിനും ധാതുക്കൾ, കാൽഷ്യം ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാവും. അതൊക്കെ കുറച്ചായിട്ട് പോകും. നമ്മളറിയില്ല. നമ്മൾ എന്നും കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്കൊരു കുഴപ്പമില്ല എന്ന് തോന്നും. പക്ഷേ നമ്മളെ കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതെന്താ ആകെ ഇങ്ങനെ ആയില്ലോ എന്ന് ചിലർ നമ്മളോടാണ് ചോദിക്കും, ചിലവർ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഷുഗർ എന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പോകണത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ശരീരത്തിൻ്റെ അഭംഗി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ മുടി പോവാതിരിക്കാനും ശരീരത്തിൻ്റെ ആ അഭംഗി നഷ്ടപ്പെടാതിരിക്കാനും ഞാൻ 1-2 പേരെ കണ്ടിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഫുഡിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. നമുക്കത് തിരിച്ച് കിട്ടണമെങ്കിലും നമുക്ക് പിന്നെ തുടക്കക്കാർ ഇതൊക്കെ മുടി പോവാതിരിക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ ആ നല്ല കൊഴുപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഈ മസിലുകളൊക്കെ ഞണ്ടും അങ്ങനെ അതൊക്കെ വരാതിരിക്കാനായിട്ട് ഈ ഭക്ഷണക്രമം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞാണ് കേട്ടോ. 2 കൂട്ടരും എന്നോട് പറഞ്ഞത് ഒരേ ഭക്ഷണക്രമമാണ്. നിങ്ങൾ വിചാരിക്കും ഒരുപാട് കാശ് ചിലവാക്കിയിട്ട് വേണ്ടത് ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ. അല്ല, നമ്മൾ ഈ ഷുഗറിന് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കുന്നില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണുന്നില്ലേ, ഈ പൈസയൊക്കെ മതി നമുക്ക് ഈ ഭക്ഷണത്തിലൂടെ ഇതൊക്കെ മാറ്റി നമുക്കൊരു ഷുഗർ രോഗിയല്ല എന്ന് തോന്നാതിരിക്കാനായിട്ടുള്ള, നമ്മുടെ മുടിയൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ. നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് വിചാരിച്ചാലും നമ്മൾ പുറത്ത് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, ദൈവം ഇങ്ങനെ ആയില്ലേ എന്നുള്ളത്. പക്ഷെ നമുക്കത് കുറച്ചൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ തുടക്കക്കാർ ഇതൊക്കെ പോവാതിരിക്കാനായിട്ട്, ഇങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട്
ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ആ ഭക്ഷണക്രമം ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞാനായാലും അത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭക്ഷണക്രമത്തിലൂടെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഭക്ഷണക്രമം എൻ്റെ ഫാമിലിയിൽ ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ട്, അപ്പോൾ വരാൻ സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാലും ഈ ഭക്ഷണക്രമം ഞാൻ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്, അവർ ചെയ്യുന്ന ഭക്ഷണക്രമം. അപ്പോൾ അതെന്താ വെച്ചാൽ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ സാധാരണ എല്ലാവരും ചെയ്യുന്ന സാധാരണക്കാരായ കാശും അത്യാവശ്യം മാർഗമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതൊന്നും അറിയാത്തവർ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ 3 നേരം ചോറ് തന്നെ കഴിക്കും. ഷുഗർ കൂടുതലായാൽ മരുന്നിൻ്റെ അളവ് കൂട്ടും, പിന്നെയും കൂടുതലായാൽ നമുക്ക് ഇൻസുലിൻ കുത്തിവയ്ക്കും. ഇതൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മുടെ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഭക്ഷണം വേറൊരു തരത്തിലാക്കുക. അതായത് 3 നേരം ചോറ് അരി ഭക്ഷണം കഴിക്കുന്നുണ്ട് വെച്ചെങ്കിൽ അത് 1 നേരം ആക്കണം. ബാക്കിയുള്ള നേരം എന്താ കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. കാരണം അവർ ചെയ്യണതാണ് കേട്ടോ ഞാൻ പറയണത്, എൻ്റെ അറിവല്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം മിനറൽസും വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിൽ എത്തണം. ഒരുപാട് പൈസ കൊടുത്തിട്ടുള്ളതൊന്നല്ല, നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഞാൻ പറയാം. കാലത്ത് എഴുന്നേറ്റ് അവർ ചെയ്യുന്ന കാര്യം ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞു കേട്ടോ. ഇത് എന്താണ് ഇങ്ങനെ ഷുഗർ ഉണ്ടായിട്ടും ഇൻസുലിനും മരുന്നൊക്കെ കഴിക്കണം, നിങ്ങൾ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പലർക്കും പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഈ ഇഡ്ഡലി ദോശ അല്ലെങ്കിൽ ചോറ് ഇത് കഴിക്കൽ നിർത്തുക. കാരണം ഇഡ്ഡലി ദോശയിലും കാർബോഹൈഡ്രേറ്റ് കൂടുതൽ തന്നെയാണ്, അരി ഭക്ഷണത്തിലും കൂടുതലാണ്. അപ്പോൾ അത് 3 നേരം കഴിക്കരുത്. അപ്പോൾ പകരം എന്താ കഴിക്കാൻ അവർ കഴിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നത്, ഒന്നുകിൽ റാഗി പൊടി എടുത്തിട്ട് പുട്ടുണ്ടാക്കും, അതല്ലെങ്കിൽ റാഗിയുടെ ദോശ ഉണ്ടാക്കും. അപ്പോൾ അത് നമുക്ക് ചെയ്യാം കേട്ടോ. അത് നല്ല ഒരു ഇതാണ്. അത് ശരീരത്തിൽ നല്ല വൈറ്റമിൻസ് ചെല്ലും ഈ റാഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഭക്ഷണം വിശപ്പ് തീരും ചെയ്യും. കാർബോഹൈഡ്രേറ്റ് അധികം ഇതും ഒരുപാട് അങ്ങോട്ട് കഴിക്കരുത് കേട്ടോ, പാകത്തിന് കഴിക്കുക. പിന്നെ നമ്മൾ കുറച്ച് വണ്ണം കുറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ മസിലുകൾ തൂങ്ങാതിരിക്കുക, മുടി കൊഴിയാതിരിക്കുക, ഇതാ വേണ്ടോ. കുറച്ച് വണ്ണം നമ്മൾ ഭക്ഷണം കുറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഭംഗി ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ റാഗി ഉപയോഗിക്കുക കേട്ടോ കാലത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന്. അതിനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ റാഗി വെറുതെ കുറച്ച് പാലിലോ അല്ലെങ്കിൽ പാൽ ഇഷ്ടമില്ലാത്തവർ വെള്ളത്തിലോ ഉപ്പിട്ടിട്ട് കുറുക്കി കഴിക്കുക. അത് ഒക്കെ നമുക്കൊരു ഭക്ഷണമല്ലേ വേണ്ടോ കാലത്ത്. അല്ലാതെ ഈ ഭയങ്കര ടേസ്റ്റ് ഒന്നും നമ്മൾ നോക്കണ്ട. ഈ അസുഖം വരുന്നവരൊക്കെ നമ്മൾ ടേസ്റ്റ് നോക്കി കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ റാഗി കൊണ്ടുള്ള ഒരു ഫുഡ് കാലത്ത് കഴിക്കുക. അതല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഷുഗർ വരുന്നു പേടിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അമ്മയ്ക്കൊക്കെ ഷുഗർ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്യാൻ മില്ലറ്റാണ്. മില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യവം, പിന്നെ കിളികൾക്ക് കൊടുക്കണ ഒരു തിനാക്കിയില്ലേ, അതിൻ്റെയൊക്കെ അരി കിട്ടും. ഇപ്പോൾ അത് വാങ്ങി വെച്ചെടുക്കുക. അപ്പോൾ അതിലെങ്ങനെ വെച്ചാൽ അവരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ഈ മില്ലറ്റ് കാലത്ത് കഞ്ഞി ഉണ്ടാക്കും. കഞ്ഞി ഇപ്പോൾ ഒരു പ്രായലക്കയിൽ അരിമതി, അതിന് നന്നായി കഴുകി വെള്ളത്തിൽ 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് പെട്ടെന്ന് വേവും. ആ വെന്ത് വരുന്നതിൻ്റെ ഒപ്പം തന്നെ വേവിക്കാൻ ഇടുന്നതിന് മുൻപ് തന്നെ നല്ലൊരു വൈറ്റമിൻസ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അതെന്താ വെച്ചാൽ ഒന്നുകിൽ ചെറുപയർ അല്ലെങ്കിൽ മുതിര, അതല്ല വെച്ചെങ്കിൽ സാധാരണ പയർ. അതൊരു ധാന്യങ്ങളാണല്ലോ. ഇതിൽ 3-ൽ ഏതെങ്കിലും തലേ ദിവസം കാലത്ത് വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ വെള്ളം കളഞ്ഞൂറ്റി വയ്ക്കുക. പിറ്റേ ദിവസം കാലത്ത്, അതായത് പിറ്റേ ദിവസം നമ്മൾ ഈ കഞ്ഞി വെക്കുന്ന നേരമാകുമ്പോൾ ഇത് മുളച്ച് വന്നിട്ടുണ്ടായിരിക്കും. ചെറിയ മുളക് വന്നിട്ടുണ്ടാവും, നന്നായി നീണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അതിത്തിരി കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരേ പിടി എടുത്താലും മതി കേട്ടോ. അങ്ങനെ അപ്പോൾ ആ മുള വന്നില്ലെങ്കിലും നമുക്ക് പിറ്റേ ദിവസത്തേക്ക് അത് സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ടാവും. അത് നമ്മൾ ഈ അരി കഴുകിയിടുന്നതിൻ്റെ ഒപ്പം തന്നെ അതും ഇടുക. എന്നിട്ട് അത് വേവിച്ചിട്ട് ഒരു ഉപ്പിട്ടിട്ട് വെന്ത് കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമുക്കതിന് കറിയൊന്നും വേണ്ട. ഇത് ഞാൻ കഴിക്കാറുള്ളതാണ് കേട്ടോ. കാരണം നമുക്ക് പയറുവർഗ്ഗങ്ങൾ ശരീരത്തിൽ ഇവിടെ കറി വെക്കുന്നതൊന്നും ഞങ്ങൾക്ക് ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഗുണം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ പോവാതിരിക്കാനൊക്കെ ആയിട്ട് ഞാനിത് ചെയ്യാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു കഞ്ഞിയുടെ ഒപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വൈറ്റമിൻസും വേണ്ടേ. അപ്പോൾ അതും നിങ്ങൾക്ക് ഇപ്പോൾ ഈ എന്നും റാഗി വേണമെന്നില്ല. ഈ ഒരു മില്ലറ്റ്, പലതരം മില്ലറ്റ് ഉണ്ട്, മാറി മാറി ഇങ്ങനെ ഉപയോഗിക്കാം. അതോടൊപ്പം കുറച്ച് ഇങ്ങനെയുള്ള ധാന്യങ്ങൾ ചേർക്കുക. പിന്നെ വേണമെങ്കിൽ എന്നല്ല, കുറച്ച് ചീരയുടെ ഇലയോ മുരിങ്ങയുടെ ഇലയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പച്ചക്കറി, ഇപ്പോൾ വെണ്ടക്കായൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തോരൻ പോലെ വെക്കും, തീരെ വെള്ളമില്ലാണ്ടിങ്ങനെ. ഇതൊക്കെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുക, കൂടുതലെടുക്കുക, നമുക്ക് വേണ്ടി കൂടുതലെടുക്കുക. മിളകൊക്കെ കുറച്ച് കുറയ്ക്കുക. എന്നിട്ട് കൂടുതലെടുത്തിട്ട് നമ്മൾ ഈ കഞ്ഞിയുടെ ഒക്കെ ഒപ്പം കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നന്നായി നിറയും ചെയ്യും. പിന്നെ ഈ പച്ചക്കറി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഈ ഷുഗർ രോഗമുള്ള ആളുകൾക്ക് വളരെ നല്ലത്. ഏത് പച്ചക്കറിയിലും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അപ്പോഴത്തെ ഭക്ഷണത്തിൻ്റെ ആ ഒരു നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അത് കഴിഞ്ഞു. പിന്നെ വിശക്കുമ്പോൾ നമ്മൾ കഴിക്കേണ്ടത് ഒരു 11 മണി 12 നേരത്തൊക്കെ ഒരു എഗ്ഗ് പുഴുങ്ങി കഴിക്കുക.
അതെന്തായാലും നിങ്ങൾ കഴിക്കണം, പ്രത്യേകിച്ച് ലേഡീസ്. കാരണം അവർക്ക് കാൽഷ്യം കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മുന്നേ ഡെലിവറി സമയത്ത് പോയ കാൽഷ്യം, പിന്നെ നമ്മൾ ഈ ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് അവർക്ക് ഒന്നും ഉണ്ടാവില്ല. അതായത് ഈ എല്ല്, പല്ല്, മുടി ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഡാമേജ് ആവും. മുടി പോവും, അതുപോലെ തന്നെ പല്ലുകൾ അകലും, പല്ലിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എല്ലുകൾ, കാലിൻ്റെ മുട്ട്, ശരീരമൊക്കെ ശോഷിക്കും. അതായത് എല്ലിൻ്റെ ഉള്ളിലെ മജ്ജയുണ്ടല്ലോ അതൊക്കെ കുറയും. അപ്പോൾ അതിന് നമ്മൾ കാൽഷ്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഇടനേരം നമ്മളൊരു മുട്ട പുഴുങ്ങി കഴിക്കുക ഇഷ്ടമില്ലാത്തവർ വെറുതെ ഒന്ന് ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത്തിരി പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ മുകളിൽ, അതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അത് ഇടനേരം നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, ചോറോ പലഹാരങ്ങളോ കഴിക്കരുത്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് അത് നമ്മൾ ഒന്ന് ഞാൻ മറിച്ചിടും. മോൾ ഭാഗം ഒന്ന് വേവണം എനിക്ക്, അങ്ങനെ ഇട്ട് അത് കഴിക്കാം, നമുക്ക് നല്ലതാണ്. ഒരെണ്ണോ രണ്ടെണ്ണോ കഴിക്കാം, ഒരു ദോഷം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഉച്ച വരത്തുള്ള വിശപ്പ് തീരും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് എന്താ കഴിക്കുക, ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് കഴിക്കുക. ഈ ചോറ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചോറല്ല, ചോറ് പാകത്തിന് എടുത്താൽ മതി. നമ്മൾ അതിൻ്റെ അരികിലുള്ള സാധനങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കുക. അതായത് ഈ പറഞ്ഞ വ്യക്തികൾ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ, നിങ്ങൾക്ക് പറ്റുന്നവർക്ക് അത് ചെയ്യാം. അവരെന്താ ചെയ്യുക വെച്ചാൽ ചിക്കൻ വാങ്ങും. ചിക്കൻ വാങ്ങിയിട്ട് ചിക്കൻ കറി വെച്ച് എല്ലാവരും കഴിക്കുകയല്ല, ഇവർക്ക് തന്നെ ചിക്കൻ വാങ്ങിയിട്ട് അവർ ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നത്, ചിക്കൻ വാങ്ങിയിട്ട് അതിൽ ബ്രസ്റ്റിൻ്റെ ഭാഗം, കാലിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു പീസ് വലുതെടുത്തിട്ട് അത് ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കും. അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ആവിമ വേവിച്ച് ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ ഒരു ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ ചിക്കൻ അവർക്ക് കഴിക്കുന്നത് എന്തിനാണെന്നറിയോ, നമ്മൾ ഇപ്പം എല്ലാവർക്കും എന്നും പറ്റിയെന്ന് വരില്ല കേട്ടോ, പക്ഷേ ആഴ്ചയിൽ ഒരു 2 ദിവസം കഴിച്ചാൽ അതിനുള്ള ഗുണമുണ്ടായിരിക്കും. നല്ല പ്രോട്ടീൻ അതിലുണ്ട് ഈ ചിക്കനിൽ. അപ്പോൾ ചിക്കൻ ഇങ്ങനെ തൊലി കളഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് വാങ്ങിയിട്ട് കിട്ടുന്നത് ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഈ ഷുഗർ വന്നവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടല്ലോ, അതായത് ഒരുപാട് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അത് കുറച്ച് നല്ലതായി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ പൈസയുള്ളവരായിരിക്കും, അപ്പോൾ അവരത് ഞങ്ങൾ ഡെയിലി ഒരു പീസ് ചിക്കൻ ഒപ്പം കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ കഴിക്കുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചാളയോ അയിലയോ എന്തെങ്കിലും ഫിഷ് കഴിച്ചാലും ഒരു ഗുണം ഉണ്ടായിരിക്കുമല്ലോ. അതിലൊരു ഒമേഗ ഫാറ്റിൻ്റെ ഒരു ഗുണം ഉണ്ടായിരിക്കും, കാൽഷ്യം, വിറ്റാമിനൊക്കെ നമ്മുടെ ഫിഷിലുണ്ട്. അപ്പോൾ അത് കറി വെച്ചിട്ട് അതിൻ്റെ പീസുകൾ തോനെടുത്ത് കഴിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സേവിങ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ അന്നന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈ അസുഖങ്ങൾ കൂടാതിരിക്കാനും നിങ്ങളുടെ ശരീരത്തിൻ്റെ അത് കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് വേറെ കഴിക്കാമല്ലോ, എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലോ, നമുക്ക് എന്തും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഇത്തിരി കൂടുതലുണ്ടായിരിക്കും കേട്ടോ, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് പലർക്കും ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം. എന്ന് വെച്ചാൽ ഷുഗർ ഉള്ള ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്തോളൂ, നിങ്ങൾക്ക് നല്ലതാണ് കിട്ടുക, എനിക്കും ഉപകാരമാണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് വേണം. അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ ചിക്കൻ അതിൻ്റെ ഒപ്പം, അതല്ലെങ്കിൽ ഫിഷ് നമ്മൾ കഴിക്കുക. വറുത്തത് കഴിക്കാതിരിക്കുക, അത് നല്ലതാണ്. എണ്ണയിലിട്ട് വറുക്കാതെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ചെറിയൊരു 100 ഗ്രാമോ 150 ഗ്രാമോ കട്ട തൈര്, അത് പുളി അധികം ഇല്ലാത്ത, തലേ ദിവസം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കട്ട തൈര് അതോടൊപ്പം കഴിക്കുക. ഒക്കെപ്പാടെ കൂട്ടി കഴിക്കുന്നതല്ല, ഇതൊക്കെ നമ്മൾ ഒരു ടീസ്പൂൺ കൊണ്ട് കഴിച്ചാലും മതി, ചോറ് കഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ചോറിൽ കൂട്ടി കഴിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു തോരൻ, ഒന്നില്ലെങ്കിൽ അവിയലിൽ എല്ലാ കഷ്ണങ്ങളും ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ചീര, അതല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പോൾ വെണ്ടക്കായ വേണമെന്ന്, ഞാൻ വെണ്ടക്കായ നേരത്തെ പറഞ്ഞു, അതല്ലാതെ പയറുണ്ട്, പിന്നെ മുരിങ്ങയുടെ ഇല കഴിക്കാം, പിന്നെ പടവലങ്ങ, എന്തെങ്കിലും ഒരു തോരൻ ഒപ്പം ഇത്തിരി കൂടുതൽ. അതായത് ഈ ചോറ് കൂടുതൽ കഴിക്കാതിരിക്കാനാണ് ചുറ്റുഭാഗത്തുള്ള സാധനങ്ങളും കൂടി വെക്കാൻ പറയുന്നത്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമുക്ക് വയറ് നിറയും. അപ്പോൾ ഇനി അതിന് ഏതെങ്കിലും ഉച്ചയ്ക്ക് മുൻപ് മുട്ട കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു മുട്ട അതോടുകൂടി കഴിക്കാം. അങ്ങനെയുള്ള കഴിക്കുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് അത്യാവശ്യം ഫുഡായി. പിന്നെ ഇടനേരം ഈ ഉഴുന്നുവട, പരിപ്പുവട അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാതെ, ചായക്കൊപ്പം നിങ്ങൾ ഒരു ചായ കഴിക്കാതെ ഒരു ഗ്രീൻ ടീ കഴിക്കുക. കാലത്ത് എഴുന്നേറ്റ ചായക്ക് പകരം ഒരു ഗ്രീൻ ടീ കഴിച്ചാൽ മതി കേട്ടോ. ചായ കുടിക്കേണ്ട, ഒരു ഗ്രീൻ ടീ കഴിക്കുക. ഗ്രീൻ ടീ വളരെ നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, മുടിക്ക് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒരു 4 മണി 5 മണിയുടെ ഉള്ളിൽ ഒരു ഗ്രീൻ ടീ കഴിക്കുക. പിന്നെ വേണമെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നുന്നു വെച്ചെങ്കിൽ 1 ടീസ്പൂൺ എള്ള്, 1 ടീസ്പൂൺ സൺഫ്ലവർ സീഡ്, ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മുന്നിട്ടുണ്ട്, അത് നമ്മുടെ സ്കിന്നിനും മുടിക്കും നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതൊരു ടീസ്പൂൺ കഴിക്കുക. അതല്ലെങ്കിൽ 2 3 ബദാം പരിപ്പും 2 3 അണ്ടിപ്പരിപ്പും കഴിക്കുക. എന്നും ഒരെണ്ണമല്ല കഴിക്കേണ്ടത്, പല ദിവസം മാറി കഴിക്കുക. ഒരു ദിവസം പംകിൻ സീഡ് കഴിക്കുക. അങ്ങനെ നട്ട്സും സീഡും
മാറി മാറിയിട്ട് രണ്ടും കൂടിയിട്ടൊക്കെ ആയിട്ട് ഒരു ടീസ്പൂണെങ്കിലും നിങ്ങൾ കഴിക്കുക. അപ്പോൾ ഇടനേരം ഒരു വട കഴിക്കുന്നതിന് തുല്യമോ അതല്ല വെച്ചെങ്കിൽ എന്തെങ്കിലും മിച്ചറൊക്കെ കഴിക്കുന്നതിനൊക്കെ തുല്യമായിട്ട് നമുക്ക് തോന്നും. വയറ് നിറച്ചൊന്നും കഴിക്കണ്ട, ഈ ഒരു ഗ്രീൻ ടീയും കഴിക്കുക, ഈ പറഞ്ഞതും കഴിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് വിശപ്പ് തോന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചൂടുള്ള വെള്ളം കഴിച്ചാൽ നല്ലതാണ്. അതല്ലെങ്കിൽ തണുത്ത വെള്ളമായാലും. തണുത്ത വെള്ളം വർഷക്കാലത്ത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല, നമുക്ക് ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ കൂടുതൽ കുടിക്കാൻ പറ്റും. വേനൽക്കാലത്ത് നമുക്ക് നല്ല തണുത്ത വെള്ളം എത്ര വേണമെങ്കിലും കുടിക്കാം, ചൂടുവെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ അന്തരീക്ഷത്തിനനുസരിച്ച് മാറും. അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കുക. അപ്പോൾ നമ്മൾ മൂത്രത്തിലൂടെ നമ്മുടെ അനാവശ്യമായ കാര്യങ്ങളെ പോവുള്ളൂ. നമ്മൾ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ നമ്മുടെ എല്ലാ ധാതുക്കളും നഷ്ടപ്പെടും. അപ്പോൾ അത് വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ തിരിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രൂട്ട്സ്, ഇപ്പം ഞാനൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഒരു തോട്ടം ചെറുതുണ്ടാക്കിയെടുക്കുക. ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്ഥലമുള്ളൂ. പക്ഷേ അതിൽ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ പേരക്കായൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതൊക്കെ വാങ്ങണ്ടേ, നമുക്ക് ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങാൻ നിൽക്കണ്ട. നമ്മുടെ വീട്ടിൽ 2 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് ഒരു 10-12 തരം ഫ്രൂട്ട്സ് പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതൊന്നും കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ഉപകാരമാണ്. ഒരെണ്ണം നമ്മൾ മധുരമൊന്നും ചേർക്കാണ്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക. ഉച്ച തിരിഞ്ഞ നേരം നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ വൈകിട്ടത്തെ കാര്യം, വൈകിട്ട് നമ്മളൊരു 7:30 ഉള്ളിൽ 8 മണിയുടെ ഉള്ളിൽ കനം കുറഞ്ഞ 2 ചപ്പാത്തി കഴിക്കുക കേട്ടോ. 2 ചപ്പാത്തി കഴിക്കുമ്പോൾ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുണ്ടെങ്കിൽ മില്ലറ്റ് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക. ചോറ് കഴിക്കാതിരിക്കുക കേട്ടോ. ചോറ് ഒരിക്കലും കഴിക്കരുത്. ചോറ് കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് തീരുന്നുള്ളൂ. നമുക്കിങ്ങനെ ഷുഗർ കൂടുമ്പോൾ എന്തുണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ നഷ്ടപ്പെട്ടു തുടങ്ങും നമ്മുടെ ശരീരത്തിന് ഓരോന്ന്. അപ്പോൾ 2 ചപ്പാത്തി, അതിലുണ്ട് കാർബോഹൈഡ്രേറ്റ്, പക്ഷേ ചോറിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ അത് കഴിക്കുക. ഈ ഒരു 2 ചപ്പാത്തി കഴിക്കുക. അതോടൊപ്പം നിങ്ങൾ വീട്ടിൽ വെച്ച എന്തെങ്കിലും കറി ഉണ്ടെച്ചെങ്കിൽ അതും കഴിക്കുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്ത് വിശപ്പ് തോന്നുകയെന്ന് വെച്ചെങ്കിലും നിങ്ങൾ കഴിക്കേണ്ടത് ഒന്നുകിൽ നട്ട്സും സീഡും കുറച്ച്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം കുറവുള്ള ഫ്രൂട്ട്, കുറേ ഗ്രീൻ ടീ, വെള്ളം കുടിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത്യാവശ്യം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന മിനറൽസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ 3 നേരം ചോറും അല്ലെങ്കിൽ കഞ്ഞിയും കഴിച്ചു, അതിൻ്റെ ഒപ്പം എന്തെങ്കിലും വീട്ടിലെ കറിയും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നഷ്ടപ്പെടുള്ളൂ, ഒന്നും കിട്ടില്ല. നമ്മൾ ഈ കൊടുക്കണം നമ്മുടെ ശരീരത്തിന് കേട്ടോ. ഇതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുടിയൊക്കെ നമുക്ക് എന്തായാലും അപ്പോൾ നഷ്ടപ്പെടാതിരിക്കും, പോയാലും വന്നുകൊണ്ടിരിക്കും. പിന്നെ ഉള്ളു കുറയില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഈ മുടിയുടെ ഇഴയുടെ കനം കുറയണത് നമ്മുടെ മിനറൽസും വിറ്റമിൻസും കാൽഷ്യമൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഈ കൊടുക്കുമ്പോൾ അതങ്ങനെ നഷ്ടപ്പെടില്ല. ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉള്ളതൊക്കെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഷുഗറുള്ള ആളുകൾ സ്ഥിരമായിട്ട് ചെയ്താൽ നല്ലതാണ്. സ്ഥിരം ഇന്ന് ഞാൻ പറയില്ല, ഇടവിട്ട ദിവസങ്ങളിലോ ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ നിങ്ങൾ ഇത് ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ നല്ലൊരു കളറൊക്കെ നഷ്ടപ്പെടുക സമയത്ത് ഇരുണ്ടിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഉച്ചയ്ക്ക് മുന്നോ അല്ലെങ്കിൽ ഒരു 4 മണിയുടെ ഉള്ളിലായിട്ട് ഒരു വലിയൊരു ക്യാരറ്റ് എടുക്കുക. പിന്നെ ഒരു ക്യാരറ്റ് എടുക്കുക, ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് എടുക്കുക, ഒരു നെല്ലിക്ക എടുക്കുക. ഇതിൽ 3ലും ഒരുപാട്, ഇപ്പോൾ ഈ നെല്ലിക്കയൊക്കെ നമ്മുടെ മുടിക്കും സ്കിന്നിനൊക്കെ നല്ലതാണ്. പിന്നെ ബീറ്റ്റൂട്ട് ഒരുപാട് നല്ലതാണ്, ക്യാരറ്റും നല്ലതാണ്. അപ്പോൾ ഇത് 3ഉം, ക്യാരറ്റ് ഇത്തിരി വലുത്, പിന്നെ ഇതൊക്കെ ചെറുത്. അതായത് ഒരു നെല്ലിക്കും ഒരു കഷ്ണം ബീറ്റ്റൂട്ടും എടുത്തിട്ട് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇത് ചെറിയ പീസാക്കിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്ത്, നല്ലപോലെ അരക്കണമെന്നില്ല, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അതിൽ വീണ്ടും 1 ഗ്ലാസോ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതായത് അരിപ്പയിലോ അല്ലെങ്കിൽ തുണിയിലോ പിഴിഞ്ഞെടുത്ത്, തുണിയൊന്നും വേണ്ട, വലിയ അരിപ്പകൾ കിട്ടില്ല ഇപ്പോൾ അങ്ങനെ പിടുത്തായിട്ടുള്ളത്, അതിൽ ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. അതിൽ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ നീരുണ്ടല്ലോ, ആ ജ്യൂസ്, അതിൽ പഞ്ചസാര ഒന്നും ഇടരുത്, അത് നമ്മൾ കുടിക്കുക. ഇത് ഡെയിലി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, 1 ഇടവിട്ട ദിവസങ്ങളിലോ ഒരു 2 ദിവസം കൂടുമ്പോഴോ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമുക്കത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ എക്സ്ട്രാ നമുക്കത് കിട്ടിയാലും നല്ലതാണ്. അപ്പോൾ ഷുഗർ ഇല്ലാത്തവർക്കും ഇത് കഴിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നല്ല സ്കിൻ നല്ലതാവാൻ, നമുക്ക് എത്ര ഏജ് ആയാലും സ്കിന്നിൻ്റെ ഭംഗി നഷ്ടപ്പെടില്ല. ഈ സ്കിന്നിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഈ ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഒരു ഉള്ളിൽ നമുക്ക് കുറേ പാളികളുണ്ട്, കൊഴുപ്പ് പാളികൾ. ആ കൊഴുപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ട് സ്കിന്ന് ഇങ്ങനെ സാഗ് ചെയ്ത് തുടങ്ങും. അത് ഇപ്പോൾ ഒരു 60 വയസ്സിൽ സാഗ് ചെയ്യണത് 40 വയസ്സിൽ ഷുഗർ വന്നാൽ അതുപോലെയാവും, 60 വയസ്സുകാരെ പോലെയാവും. അപ്പോൾ ഈ അതുപോലെ തന്നെ മുടിയുടെ ഉള്ളിൽ ഓരോ ഇഴയുടെ ഉള്ളിലും പോഷണമുണ്ട്. അതായത് നല്ലൊരു കൊഴുപ്പ് പോലെ ഉണ്ട്, മുടിയുടേതായ ഒരു 2-3 ലെയറുകളുണ്ട്. അതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് മുടി കനം കുറയുന്നത്. അതുപോലെ തന്നെ സ്കിന്നും കനം കുറയും, അതുപോലെ തന്നെ പേശികളും കനം കുറയും. അങ്ങനെയാണ് ആകെ അങ്ങനെ തൂങ്ങി അടിയിലേക്ക് ഇങ്ങനെ പോകും. നമുക്ക് പലരും പറയുമ്പോഴാവും നമ്മളിങ്ങനെയൊക്കെ ആയില്ലേ നമുക്ക് തോന്നുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ തുടക്കക്കാർ ഷുഗർ വന്നു എന്ന്
പുതുതായി എന്ന് പറയുന്ന തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ തുടക്കത്തിൽ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു മാറ്റം അവർക്ക് ഉണ്ടാവില്ല. ഷുഗർ ഉണ്ടെങ്കിലും അവരുടെ ശരീരവും മുടിയൊക്കെ അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാവരും മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അത്ര റിസൾട്ടാണ് കേട്ടോ, 100% നിങ്ങൾക്ക് റിസൾട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് തരണം. ഇത് ഷുഗർ എന്നൊക്കെ പറയുന്നത് ഒരുപാട് പേർക്കുള്ളതല്ലേ, അവർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും, എനിക്കൊരു സപ്പോർട്ടാവുകയും ചെയ്തു. പിന്നെ ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം എല്ലാവരും. പിന്നെ ലൈക്ക് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് വെച്ചെങ്കിൽ അതിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ ഞാൻ റിപ്ലൈ തരാം. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.